Good morning. Today going to talk about factors affecting dividend policy. Financial Management Unit 11 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് factors affecting dividend policy. അതിൽ ഫസ്റ്റ് വൺ external factors ആണ്. In case of depression, uncertain economic and business condition, the management may like to retain the whole part or part of the retained earnings, build the reserve to absorb in future. അതായത് ഡിപ്രഷൻ പീരീഡ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇക്കണോമിക് കണ്ടീഷൻ സ്യൂട്ടബിൾ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ റിറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കണം. ഇൻ ദ പീരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ദ മാനേജ്മെൻറ്റ് നോട്ട് ബി ലിബറൽ ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഏർണിങ്സ് പവർ ഓഫ് ദ കമ്പനി വാറൻസ്. അതായത് ലാർജർ പ്രോഫിറ്റബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോസ്പെറിറ്റി പീരീഡാണ്, ഗ്രോത്ത് പീരീഡൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ലിബറൽ പോളിസി ഫോളോ ചെയ്യാനായിട്ട് പാടില്ല. ഡിവിഡൻഡ് എന്ത് ചെയ്തിരിക്കണം, ഇതുപോലെ തന്നെ റിസർവായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതാണ് ജനറൽ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി നോക്കിയിട്ട് വേണം നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് ഇൻ കേസ് ഓഫ് ഫേം ഹാസ് ആൻ ഈസി ആക്സസ് ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഐദർ ബിക്കോസ് ഓഫ് ഫിനാൻഷ്യലി സ്ട്രോങ്, ബിക്കോസ് ഫേവറബിൾ കണ്ടീഷൻ പ്രിവൈലിംഗ് ഇൻ ദ മാർക്കറ്റ് ഫോളോ ലിബറൽ ഡിവിഡൻഡ് പോളിസി. നമുക്ക് ആവശ്യത്തിന് ഫണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാനായിട്ട് പറ്റുന്ന കണ്ടീഷനാണ്, അതിനുള്ള ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ലിബറൽ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിൽ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ലീഗൽ റെസ്ട്രിക്ഷൻസ്. ദെൻ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്തിട്ട് മാത്രമേ കമ്പനീസ് ആക്ട് 1956 റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. കറണ്ട് പ്രോഫിറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ പാസ്റ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഡിവിഡൻഡായിട്ട് പ്രൊവൈഡ് ചെയ്യാം. സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള നോംസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ട് എൻറ്റൈൽ ടു പേയ്മെൻറ്റ് ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അരിയസ് ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഗവൺമെൻറ് നോട്ട് എക്സീഡിങ് 10% ട്രാൻസ്ഫർ ടു റിസർവ്, ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ട് 10% റിസർവായിട്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഡിക്ലറേഷൻ ചെയ്യുന്ന റൂൾസ് ഫ്രെയിംഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള റൂൾസ് അനുസരിച്ച് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ ചില കേസുകളിൽ. നെക്സ്റ്റ് വരുന്നത് കോൺട്രാക്ച്വൽ റെസ്ട്രിക്ഷൻസ്. ഇനി നമുക്ക് ലെൻഡേഴ്സ് ഫോം ജനറലി പുട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ ഡിവിഡൻഡ് പേയ്മെൻറ്റ് ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ് ഓഫ് ദ പീരീഡ് വെൻ ദ ഫേം എക്സ്പീരിയൻസ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി പ്രോബ്ലം. ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സ്റ്റേജൊക്കെ ആണെങ്കിൽ അതിൻ്റെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ടാക്സ് പോളിസി. ഗവൺമെൻറ്റിൻ്റെ ടാക്സ് പോളിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. സെൻട്രൽ ഗവൺമെൻറ് എക്സസൈസ് ഗീവ് ടാക്സ് ഇൻസെൻറ്റീവ്സ് ടു കമ്പനി റിറ്റെയിൻ ലാർജർ ഷെയർ ഓഫ് ദ ഏർണിങ്സ്. അതായത് ടാക്സ് ഇൻസെൻറ്റീവ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതായത് നമുക്ക് പ്രോഫിറ്റിൻ്റെ മാനേജ്മെൻറ്റ് ഇൻക്ലൈൻ ടു റീറ്റെയിൻ ദ ലാർജ് എമൗണ്ട് ഓഫ് ഫേംസ് ഏർണിംഗ്. ആ സമയത്ത് ഗവൺമെൻറ് നമുക്ക് ടാക്സ് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ കിട്ടിയ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് വെക്കേണ്ടതായിട്ട് ഉണ്ട്. മെയിനായിട്ട് വരുന്നത് അതാണ്. ഓക്കെ, താങ്ക് യു.